ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു HT മലയാളം. ഇന്ന് നമ്മൾ പറയുന്നത് ഹാർലി ഡേവിഡ്സൻ്റെ സ്പോർട്സ്റ്റർ എസിനെ കുറിച്ചാണ്. സ്പോർട്സ്റ്റർ എസിനെ കുറിച്ച് പറയണേക്കാൾ മുമ്പ് ആ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ 64 വർഷത്തോളമായി ഹാർലി ഡേവിഡ്സൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ച ഒരു ഹാർലി ഡേവിഡ്സൺ എഞ്ചിൻ സീരീസാണ് സ്പോർട്സ്റ്റർ എന്ന് പറയുന്നത്. കാരണം 1957 ഈ സ്പോർട്സ്റ്റർ എഞ്ചിൻ ഇറങ്ങുമ്പോൾ ഹാർലി ഡേവിഡ്സൻ്റെ ഡീലേഴ്സും ഹാർലി ഡേവിഡ്സൺ റൈഡേഴ്സും ആവശ്യപ്പെട്ടിരുന്നത് കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞതും കൂടുതൽ പവർഫുള്ളായ കൂടുതലും ഫാസ്റ്റായ ഒരു എഞ്ചിൻ, ഒരു മോഡലാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ളൊരു എഞ്ചിൻ തന്നെയാണ്, അതായത് അങ്ങനെയുള്ളൊരു മോഡൽ തന്നെയാണ് ഹാർലി ഡേവിഡ്സൺ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്നിറങ്ങിയ ആ വണ്ടിക്ക് ഓവർഹെഡ് വാൽവായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൂടുതൽ പവർ തരുന്ന ഒരു എഞ്ചിനായിരുന്നു. അന്ന് ഇറങ്ങിയ സ്പോർട്സ്റ്ററിന് ശേഷം, അതായത് സ്പോർട്സ്റ്റർ മോഡൽസ് ഒരു ഓൾറൗണ്ടർ ഹാർലി ഡേവിഡ്സൺ മോഡലായിട്ടാണ് ഈ സ്പോർട്സ്റ്റർ നിലനിന്നിരുന്നത്. അതായത് 1957 ഇറങ്ങിയ സ്പോർട്സ്റ്ററിന് ശേഷം കുറേയധികം സ്പോർട്സ്റ്റർ എഞ്ചിൻ കണ്ടു തുടങ്ങിയിരുന്നു. അതിനുശേഷം വന്ന ഒരു എവല്യൂഷൻ എഞ്ചിൻ സീരീസ് ആണ് നമ്മൾ ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയത്. ഈ എവല്യൂഷനിൽ നിന്ന് റെവല്യൂഷനിലേക്ക് മാറിയിട്ടാണ് ഈ സ്പോർട്സ്റ്റർ എസ് എന്ന് പറയുന്ന വണ്ടി വന്നിട്ടുള്ളത്. സ്പോർട്സിനെ കുറിച്ച് പറയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഹാർലി മോഡൽസിൽ നിന്ന് മാറിയിട്ട് എല്ലാ ട്രാക്കുകളിലും ഉണ്ടായിരുന്ന ഒരു മോഡലായിരുന്നു സ്പോർട്സ്റ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പോർട്സ്റ്റർ നിങ്ങൾക്ക് റോഡ് ബൈക്കായി കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡൈറ്റോണ റേസ് ട്രാക്കിലും ഫ്ലാറ്റ് ട്രാക്ക് റേസിലും ഹിൽ ക്ലൈംബ് റേസിലും കാണാമായിരുന്നു. കൂടാതെ ലാൻഡ് സ്പീഡ് റെക്കോർഡ് സൃഷ്ടിച്ച ഒരു സ്പോർട്സ്റ്റർ എഞ്ചിനുണ്ട്. റോക്കറ്റിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ ഒരു ബോഡി നിർമ്മിച്ചിട്ട് അതിൽ സ്പോർട്സ്റ്ററിൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് ലാൻഡ് സ്പീഡ് റെക്കോർഡ് തിരുത്തിയിട്ടുണ്ട്. ഇത് 260 മേലെ, അതായത് 260 മൈൽസ് പെർ അവറിന് മേലെ സ്പീഡായിരുന്നു അന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടു തുടങ്ങിയ എൻജിൻ സീരീസ് ആയിരുന്നു, അതായത് ഇന്ത്യയിൽ വന്നു തുടങ്ങിയ എൻജിൻ സീരീസ് ആയിരുന്നു സ്പോർട്സ്റ്ററിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു എൻജിൻ സീരീസ്. ഈ എൻജിൻ സീരീസിലാണ് സ്പോർട്സ്റ്ററിൽ വരുന്ന സൂപ്പർ ലോ, അയൺ, അതുപോലെ തന്നെ റോഡ്സ്റ്റർ, 48, കസ്റ്റം 1200 എന്നീ മോഡൽസ് എല്ലാം കണ്ടു തുടങ്ങിയത്. അതിനുശേഷം ഈ എവല്യൂഷൻ എൻജിനിൽ നിന്ന് റെവല്യൂഷൻ മാക്സ് എൻജിനിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ മാറി വന്നൊരു എഞ്ചിനാണ് ഈ സ്പോർട്സ്റ്റർ എസിനുള്ളത്. മുമ്പ് ഇറങ്ങിയ സ്പോർട്സ്റ്റർ മോഡൽസിൽ നിന്നും ഈ സ്പോർട്സ്റ്റർ എസിന് വരുന്ന റെവല്യൂഷൻ മാക്സ് എഞ്ചിന് വരുന്ന കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രത്യേകത ഇത് 60 ഡിഗ്രി വീറ്റിംഗ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 60 ഡിഗ്രി വീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വി റോഡ് എഞ്ചിൻ സീരീസ് 60 ഡിഗ്രി ആയിരുന്നു. എനിക്കറിയാൻ കഴിഞ്ഞത് അന്ന് ഇറങ്ങിയ, അതായത് 2001 ഇറങ്ങിയ വി റോഡ്, അതിന് ശേഷം വി റോഡിൻ്റെ കുറച്ച് സീരീസ് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി റോഡിലൊരു ഡിസ്ട്രോയർ എന്നൊരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു മാസീവ് ആയിട്ടുള്ള മോഡൽ. അപ്പോൾ ആ മോഡലിൻ്റെ എഞ്ചിൻ, അതായത് വി റോഡിൻ്റെ എഞ്ചിനായിട്ട് കുറച്ചൊക്കെ സാമ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. ഈ വി റോഡ് എഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർലി ഡേവിഡ്സണും പോർഷും ഡിസൈൻ ചെയ്തെടുത്ത ഒരു എഞ്ചിനാണ് ഈ വി റോഡിന് വരുന്നത്. കാരണം കൂടുതലും ഒരു ഫാസ്റ്റസ്റ്റ് ബൈക്ക് കണ്ടെത്താമെന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു പോർഷും ഹാർലി ഡേവിഡ്സണും കൂടി ഈ വണ്ടി നിർമ്മിച്ചത്. വി റോഡിൻ്റെയും സ്പോർട്സ്റ്റർ എസിൻ്റെ എഞ്ചിനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വണ്ടിയും ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ഡിസൈനാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടും 60 ഡിഗ്രി ലിക്വിഡ് വാട്ടർ കൂൾ, അതായത് ലിക്വിഡ് ഓർ വാട്ടർ കൂൾ V2 എൻജിൻസ് ആണ്. രണ്ട് വണ്ടികൾക്കും വരുന്നത് 4 വാൽവ് പെർ സിലിണ്ടറാണ്. പിന്നെ ഇൻഡക്ഷൻ, അതായത് ഈ വണ്ടികളുടെ രണ്ട് ഇൻഡക്ഷൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം, ഒരേ പൊസിഷനിലാണ് ഇൻഡക്ഷൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഈ രണ്ട് വണ്ടിയുടെ കമ്പാരിസണിൽ ഈ രണ്ട് വണ്ടികളുടെയും ഹോഴ്സ് പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിൻ്റെ പീക്ക് ഹോഴ്സ് പവർ വന്നിരുന്നത് 8500 RPM വി റോഡിനെങ്കിൽ 7500 RPM സ്പോർട്സ്റ്റർ എസിന് വരുന്നത്. പിന്നെ കൂടുതലും കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ എഞ്ചിൻ ഇറക്കിയത്. ഒരിക്കലും വി റോഡിനായിട്ട് സാമ്യം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ചില കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. സ്പോർട്സ്റ്റർ എസിലെ റെവല്യൂഷൻ മാക്സ് എഞ്ചിനിൽ വരുന്നത് ട്വിൻ സ്പാർക്ക് പ്ലഗ്, വേരിയബിൾ വാൽവ് ടൈമിംഗ് ടെക്നോളജിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യത്തെ സ്പോർട്സ്റ്റർ ഹാർലി ഡേവിഡ്സൺ 1957 പുറത്തിറക്കി. ആ വണ്ടി ഹാർലി പറയുന്നത് നമുക്ക് ഓൺ റോഡായിട്ട് ഓടിക്കാം, അതേപോലെ ഓഫ് റോഡ് ഓടിക്കാം, സ്ക്രാമ്പിൾ ചെയ്യാം, ഫ്ലാറ്റ് ട്രാക്ക് റേസിൽ കാണാം, അതേപോലെ തന്നെ ഡൈറ്റോണ റേസിൽ കാണാം, ഹിൽ ക്ലൈംബ്, അങ്ങനെയുള്ള പല ഒരു റേസിലും കണ്ടുവന്നിരുന്ന ഒരു ഹാർലി മോഡലാണ് ഈ സ്പോർട്സ്റ്റർ എൻജിൻ സീരീസിൽ വന്നിരുന്ന മോഡൽസും. അതായത് 1957 മുതൽ ഇന്ന് വരെ ഒരു മികച്ച എൻജിൻ സീരീസാണ്. അത് അപ്ഡേറ്റ് ചെയ്ത് മികച്ചൊരു എൻജിൻ സീരീസാണ് നമുക്ക് ഹാർലി ഡേവിഡ്സൺ സ്പോർട്സ്റ്റർ ആയിട്ട് തന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ശരിക്കും പേര് സൂചിപ്പിക്കുന്നത് സ്പോർട്സ്റ്റർ S1250T എന്നാണ്. ഇപ്പോൾ ഈ T എന്ന് പറയുന്നത് ടോർക്കിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഹൈ ടോർക്കുള്ളൊരു വണ്ടിയാണ് ഈ ഹാർലി ഡേവിഡ്സൺ സ്പോർട്സ്റ്റർ S എന്ന് പറയുന്നത്. ഈ സ്പോർട്സ്റ്റർ S റീട്യൂൺ ചെയ്തിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഹാർലി ഡേവിഡ്സൺ പറയുന്നത്. കാരണം
ഈ സ്പോർട്സ്റ്റർ എസും പാൻ അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം. ഇപ്പോൾ ഈ രണ്ട് വണ്ടികളും ഒരു സിറ്റി റൈഡ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ കൊച്ചി ടൗണിലൂടെ, കാലിക്കറ്റ് ടൗണിലൂടെ, ഏതെങ്കിലും ടൗണിലൂടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്തെടുത്തിട്ട് പോവാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും സിറ്റിയിൽ. വണ്ടി നിർത്താമെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് പോവാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് എടുത്തിട്ട് പോകാനും വളരെയധികം പവറും കിട്ടുന്ന ഒരു വണ്ടിയാണ് സ്പോർട്സ്റ്റർ എസ്. ഈ രണ്ട് വണ്ടി നമ്മൾ സ്ട്രൈറ്റ് ഹൈവേയിൽ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ദൂരത്തേക്ക്, അതായത് ആദ്യത്തെ കുറച്ച് ദൂരം സ്പോർട്സ്റ്റർ എസ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. പിന്നീട് പാൻ അമേരിക്ക ആയിരിക്കും ഇതിന് മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇനീഷ്യൽ പവർ കൂടുതലാണ്. അതായത് തുടക്കത്തിൽ കിട്ടുന്ന പെട്ടെന്നുള്ളൊരു പവർ ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലാണ് ഈ സ്പോർട്സ്റ്റർ എസിന് വരുന്നത്. കാരണം ഹാർലി പറയുന്നുണ്ട് സ്പോർട്സ്റ്റർ എസ് എന്നത് ലോ ടു മിഡ് റേഞ്ച് RPMൽ കൂടുതൽ പെർഫോമൻസ് തരുന്നു എന്നാണ്. അതായത് ഒരു ടോർക്ക് മെഷീനാണ് ശരിക്കും സ്പോർട്സ്റ്റർ എസ് എന്ന് പറയുന്നത്. ഈ സ്പോർട്സ്റ്റർ എസും പാൻ അമേരിക്കയും തമ്മിലുള്ള വേറൊരു കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോർട്സ്റ്റർ എസിന് 10% അധികം ടോർക്ക് കിട്ടുന്നുണ്ട്. അതായത് 3000-6000 റേഞ്ച് RPMൽ പാൻ അമേരിക്കയിലും കൂടുതൽ 10% ടോർക്ക് സ്പോർട്സ്റ്റർ എസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വരുന്നല്ല, ഈ സ്പോർട്സ്റ്റർ എസ് എന്ന് പറയുന്നത് പഴയ സ്പോർട്സ്റ്റർ മാറ്റി നിർത്തിയിട്ട് ഈ സ്പോർട്സ്റ്റർ ഫാമിലി പുതിയൊരു യുഗത്തിലേക്ക് പോവുകയാണ്. അതായത് സ്പോർട്സ്റ്റർ ഫാമിലിയിൽ പുതിയ യുഗം എന്ന് വേണമെങ്കിൽ പറയാം ഈ റെവ് മാക്സ് 1250 എൻജിൻ എന്ന് പറയുന്നത്. ഒരു ലോങ് ടൂറിംഗ് ബൈക്കായിട്ട് ഞാൻ ഒരിക്കലും ഇതിനെ കാണുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ സ്പോർട്സ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 48നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ശരിയാണ്. ഈ സ്പോർട്സ്റ്റർ എന്ന മോഡലും ലോങ് റേഞ്ചിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അത്രയധികം കംഫർട്ടുള്ള സീറ്റിംഗ്, റൈഡിങ് പൊസിഷൻ ഇതൊക്കെ വേണം. പക്ഷേ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഇതിന് വന്നിരിക്കുന്ന സീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലാറ്റ് ട്രാക്ക് റേസിലെ കണ്ടിരുന്ന XR 750യുടെ ഒക്കെ പോലത്തെയുള്ള സീറ്റിങ്ങും അങ്ങനെയുള്ള ഒരു ഫ്ലാറ്റ് ഒരു സീറ്റിംഗ് ആണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ലോങ് റൈഡിനൊക്കെ കംഫർട്ട് ആവില്ലെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ റൈഡ് ചെയ്ത് നോക്കിയാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റൈഡ് ചെയ്ത് നോക്കുന്നൊരു റിവ്യൂ വീഡിയോസ് ഇനി ഉണ്ടാവും. കാരണം എന്തുകൊണ്ട് ഞാൻ ഈ എഞ്ചിനെ കുറിച്ച് ഇത്ര അധികം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുവന്നിരുന്ന എവല്യൂഷൻ എൻജിൻസ്, മിൽവോക്കി 8 എൻജിൻസ്, ഇങ്ങനെയുള്ള എൻജിൻസും മോഡൽസും, അതായത് ഫാറ്റ് ബോബ്, അതേപോലെ തന്നെ നമ്മളുടെ സ്പോർട്സിൽ വരുന്ന IANS 48 അങ്ങനെയുള്ള വണ്ടികളൊക്കെ മാറ്റി നിർത്തിയിട്ട് അതായത് ഒരു 10 സ്റ്റെപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഈ വണ്ടി ഇറക്കിയിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വളരെയധികം മാറ്റങ്ങൾ ഹാർലി കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു എഞ്ചിനാണ് ഹാർലി ഡേവിഡ്സണിലെ സ്പോർട്സ്റ്റർ എസ് എന്ന് പറയുന്നത്. മറ്റുള്ള വണ്ടികളിൽ നിന്നും സ്പോർട്സ്റ്റർ എസിനെ മാറ്റി നിർത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്പീഡ്, പവർ, സസ്പെൻഷൻ, എൻജിൻ, ലൈറ്റിംഗ്, പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ് ടെക്നോളജി എല്ലാം മാറ്റിയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അതായത് ഈ വണ്ടി ഹാർലി ഡേവിഡ്സൺ ഇറക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാക്സിമം ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ്റ്റർ എസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി വണ്ടിയാണ്. അതെന്തായാലും എനിക്കൊന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറയാം. ഈ വണ്ടിയുടെ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 3 ഫ്രെയിം ചേർത്ത് വെച്ചിട്ടാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. മറ്റുള്ള ഹാർലി മോഡൽസൊക്കെ സിംഗുലാർ ഒരു ഒറ്റ ട്യൂബുലാർ ഫ്രെയിമിലാണ് മറ്റുള്ള ഹാർലി മോഡൽസൊക്കെ വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുള്ളി അഡ്ജസ്റ്റബിൾ പ്രീമിയം ഫ്രണ്ട് ആൻഡ് റിയർ ഷോവ സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ സ്പോർട്സ്റ്റർ എസിന് വരുന്നത് ഷോവ 43mm ഇൻവെർട്ടഡ് കാട്രിഡ്ജ് സ്റ്റൈൽ ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ റിയർ ഷോക്ക് എന്ന് പറയുന്നത് ഷോവ പിഗി ബാക്ക് റിസർവോയർ മോണോ ഷോക്കാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ സസ്പെൻഷൻ പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഓപ്ഷനുണ്ട്. നമ്മൾക്ക് തന്നെ തിരിച്ച് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. ഈ ബൈക്കിൻ്റെ ഏകദേശ വില, അതായത് ഈ വണ്ടിയുടെ ഏകദേശ റേറ്റാണ് ഞാൻ പറയുന്നത്. കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല. 19 ലക്ഷം ആ റേഞ്ചിലാണ് ഈ വണ്ടിയുടെ വില പറയുന്നത്. ഇപ്പോൾ ഈ സസ്പെൻഷനെ കുറിച്ചൊരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരു ഹൈവേ ബമ്പിൽ നല്ല സ്പീഡിൽ പോയിട്ട് ഒരു ഹൈവേ ബമ്പ് ചാടി കഴിഞ്ഞാൽ സ്പോർട്സിലെ പഴയ വണ്ടികൾ ചാടുന്ന അത്രയും ഈ വണ്ടി ചാടില്ല. അപ്പോൾ അത്ര കൂടി സ്മൂത്ത് ആയിരിക്കും ഇതിൻ്റെ സസ്പെൻഷൻ എന്നാണ് ഹാർലി ഡേവിഡ്സൺ പറയുന്നത്. എനിക്ക് ഈ വണ്ടി ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 48, ഫാറ്റ് ബോബ്, അതുപോലെ തന്നെ FXTR, റോഡ് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കി, അതായത് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കൂടി ചേർന്നൊരു വണ്ടി പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്, എക്സോസ്റ്റ് ഫ്ലാറ്റ് ട്രാക്ക് റേസിലെ കണ്ടുവരുന്ന XR 750 പോലെയാണ് ഇതിൻ്റെ സീറ്റും എക്സോസ്റ്റും വന്നിരിക്കുന്നത്. ഇനി ഈ വണ്ടിയുടെ ഗിയർ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6 ഗിയറാണ്, 6 ഗിയർസാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇനി ഈ വണ്ടിയുടെ എക്സോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സോസ്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് പഴയൊരു ഹാർലിയുടെ പോലെ കാല് പൊള്ളുന്നതോ അതേപോലെ തന്നെ ഹീറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വണ്ടിയുടെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഫുൾ LED ആണ് ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ റിയറിലും ഫുൾ LED ആണ്. ബുള്ളറ്റ് ടേൺ സിഗ്നൽസ് ആണ് ഇതിൽ വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സിനെയാണ് പറഞ്ഞത് ടേൺ സിഗ്നൽസ്.
ഇതിൻ്റെ റിയർ ടൈൽ ലൈറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ടയറിനോട് കുറച്ചുകൂടെ മാറിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ടൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. സീറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലാറ്റ് ട്രാക്ക് റേസിലൊക്കെ വന്നിരുന്ന ആ ഒരു മോഡലിൻ്റെ പോലെ സീറ്റാണ്. ശരിക്കും ഇതൊരു ലോങ് റേഞ്ച് റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഒരു സീറ്റാണ് ഇതിൽ വരുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹാർലി ഡേവിഡ്സൺ ആദ്യമായിട്ടാണ് സ്പോർട്സ്റ്റർ എന്നൊരു മോഡൽസിന്, അതായത് സ്പോർട്സ്റ്റർ കാറ്റഗറിയിൽ വരുന്ന മോഡലിന് ക്രൂയിസ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. TFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ക്ലിയർ ഉള്ള ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് റേസിൽ ട്രാക്ഷൻ കൺട്രോൾ, ABS സ്ലിപ്പ് കൺട്രോൾ അങ്ങനെയുള്ള കൂടുതൽ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള മോഡൽസൊന്നും ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അടുത്തത് എന്ത് എന്നാണ് എനിക്ക് ഹാർലി ഡേവിഡ്സനോട് ചോദിക്കാനുള്ളത്. കാരണം സ്പോർട്ട് ഫാമിലി ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്പോർട്ട് ഫാമിലിയിൽ ആദ്യത്തെ വണ്ടിയാണ് സ്പോർട്സ് എസ്. ഇനിയും അടിപൊളി വണ്ടികൾ ഹാർലി ഡേവിഡ്സണിൽ സ്പോർട്സ് ലൈനപ്പിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് കാണാൻ ഞാനും നിങ്ങളെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്പോർട്സ് റേസിൻ്റെ ഹൈലൈറ്റ്സ്, അതായത് ഹാർലി ഡേവിഡ്സൺ പറയുന്ന കുറേ ഹൈലൈറ്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. റെവല്യൂഷൻ മാക്സ് 1250T പവർ ട്രെയിൻ ആണ് ഇതിൽ വരുന്നത്. രണ്ടാമത് പറയുന്നത് 125 എണ്ണം ടോർക്കാണ് ഈ ഹാർലി ഡേവിഡ്സൺ സ്പോർട്സ് റേസ് തരുന്നത്. ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 228 kg ആണ്. അത് റണ്ണിങ് ഓർഡറിൽ 228 kg ആണ് ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് 109 mm റൗണ്ട് TFT ഡിസ്പ്ലേ സ്ക്രീൻ ഈ വണ്ടിക്ക് വരുന്നുണ്ട്. കൂടാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ മൂവിങ് മാപ്പ്, നാവിഗേഷൻ എന്നീ ഓപ്ഷൻസ് ഉണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണറിങ് ഈസി ആയിരിക്കും, റൈഡ് സേഫ്റ്റി ആയിട്ട് റൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ABSും ട്രാക്ഷൻ കൺട്രോൾസും വരുന്നുണ്ട്. പിന്നെ ഈ സ്പോർട്സ് റേസിന് വരുന്നത് കുറച്ചുകൂടി സെലക്റ്റബിളും കസ്റ്റമൈസബിളും ആയിട്ടുള്ള റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. ഈ വണ്ടിയുടെ എല്ലാ ലൈറ്റ്സും LED ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ സ്പെക്കിലേക്ക് പോകാം. ഈ വണ്ടിയുടെ കളർ ഓപ്ഷൻസ് വരുന്നത് ബ്ലാക്ക്, വൈറ്റ്, പിന്നെ മിനറൽ ഗ്രീൻ, മെറ്റാലിക് എന്നുള്ള മോഡൽ വരുന്നത്. കൂടാതെ നമ്മളിപ്പോൾ കാണുന്ന മെറൂൺ കളറും ഉണ്ട്. പിന്നെ കൂടുതൽ കളർ ഓപ്ഷൻസും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്തായാലും കൊച്ചി ഷോറൂമായിട്ട് ബന്ധപ്പെടുക. ഇനി നമുക്ക് പറയാനുള്ള വണ്ടിയുടെ ഡയമെൻഷൻസ് ആണ്. ഈ വണ്ടിയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 2270 mm ആണ്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 765 mm വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 90 mm. വീൽ ബേസ് എന്ന് പറയുന്നത് 1520 mm ആണ്. വണ്ടിയുടെ ടയർ സൈസ് എന്ന് പറയുന്നത് 160/70 ഫ്രണ്ടിൽ വരുമ്പോൾ റിയറിൽ 180/70 വരുന്നുണ്ട്. ഹാർലി ഡേവിഡ്സൺ സീരീസ് ഡൺലപ്പ് റേഡിയൽ ടയേഴ്സ് ആണ് വരുന്നത്. സ്പോർട്സ് റേസിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 11.8 ലിറ്റർ ആണ്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെവല്യൂഷൻ മാക്സ് 1250T. T എന്ന് പറയുന്നത് ഒരു ടോർക്ക്. ഈ വണ്ടിയുടെ ഫ്യൂൽ സിസ്റ്റം ESP-FI ആണ്. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് 2x1x2 കാറ്റലിസ്റ്റ് ഇൻ മഫ്ലർ എന്നാണ്. എൻജിൻ ടോർക്ക് ഹാർലി പറയുന്നത് 125 Nm ആണ്. എൻജിൻ ടോർക്ക് എന്ന് പറയുന്നത് 7500 RPM 121 ഹോഴ്സ് പവർ ആണ് ഈ സ്പോർട്സ് റേസ് നമുക്ക് തരുന്നത്. ഫ്യൂവൽ എക്കോണമി, മൈലേജ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വണ്ടി ഓടിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടി ഓണേഴ്സായ ആളുകളോട് ചോദിച്ചാലേ നമുക്കിതിൻ്റെ ഫ്യൂവൽ എക്കോണമി പറയാൻ പറ്റുള്ളൂ. ഈ വണ്ടിക്ക് വരുന്നത് 6 ഗിയറാണ്. അത് യൂണിവേഴ്സൽ ഗിയർ സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. ഈ വണ്ടിയുടെ വീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാസ്റ്റ് അലുമിനിയം സാറ്റിൻ ബ്ലാക്ക് വീൽസാണ് ഫ്രണ്ടിലും റിയറിലും വരുന്നത്. ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾ LED ഹെഡ് ലാംപ്സ്, ലോ ആൻഡ് ഹൈ ബീം വിത്ത് സിഗ്നേച്ചർ ഹെഡ്ലൈറ്റ് പൊസിഷനാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്ന TFT ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നമ്മൾക്ക് ഇതിൽ ഓഡോമീറ്റർ, ഗിയർ, ഫ്യൂവൽ ലെവൽ, ക്ലോക്ക്, ട്രിപ്പ്, ആംബിയൻറ്റ് ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ അലർട്ട്, സൈഡ് സ്റ്റാൻഡ് അലർട്ട്, അതുപോലെ തന്നെ ടിപ്പ് ഓവർ അലർട്ട്, ക്രൂയിസ് കൺട്രോൾ, ക്രൂയിസ് റേഞ്ച്, ടാക്കോമീറ്റർ ഇൻഡിക്കേഷൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ TFT ഡിസ്പ്ലേ വഴി നമുക്കറിയാൻ പറ്റും. കൂടാതെ ഫോൺ നമ്മൾക്ക് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്യുന്നതോടുകൂടി ഈ വണ്ടിയിൽ നിന്ന് കോൾ, മ്യൂസിക്, അതുപോലെ തന്നെ നാവിഗേഷൻ ഓപ്ഷൻസ് എല്ലാം ആക്റ്റീവ് ആവുന്നതാണ്. ഈ വണ്ടിയുടെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 109 mm ആണ്. TFT ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്രയധികം ക്ലിയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കൂടാതെ സ്ക്രീനിൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻഫർമേഷൻ, എയർ ടെമ്പറേച്ചർ, ഓയിൽ പ്രഷർ, ബാറ്ററി വോൾട്ടേജ്, USB ചാർജിങ്, അങ്ങനെ കുറേയധികം ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്കറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ സ്പോർട്സ് റേസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് തിരുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്. ടെക്സ്റ്റ് മീ ലേറ്റർ. ഗുഡ് ബൈ.